നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രേ കോഡ്. ഗ്രേ കോഡ് നിങ്ങളെ സിലബസിൽ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെല്ലാം കുറെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചത് കണ്ടതുകൊണ്ടാണ് പറയാൻ നിൽക്കുന്നത്. ഇത് എന്താണ്, നമ്മളുടെ കമ്പ്യൂട്ടറിലെ അതർ കോഡ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഗ്രേ കോഡ് എന്ന് പറയുന്നത്. ഈ ഗ്രേ കോഡിന് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് റിഫ്ലക്റ്റഡ് ബൈനറി കോഡ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കോഡ്സ് എന്താണ്, വെയ്റ്റഡ് കോഡ്സ് ആണ്. പക്ഷെ ഇവിടെ എന്തല്ല, വെയ്റ്റഡ് കോഡ് അല്ല. ഈ ഗ്രേ കോഡ് എന്ന് പറയുന്നത് അൺവെയ്റ്റഡ് കോഡാണ്. ഈ ഗ്രേ കോഡിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു നമ്പർ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബൈനറി നമ്പർ ആയിരിക്കും. ആ നമ്പറിൽ നിന്ന് അതിന്റെ തൊട്ടടുത്ത നമ്പറിലേക്ക്, ഇപ്പൊ n ആണ് ഒരു നമ്പർ, n+1 നെക്സ്റ്റ് നമ്പർ ആയിരിക്കുമല്ലോ. അതിൽ ഈ രണ്ട് നമ്പറും തമ്മിൽ ഒരു ബിറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു നമ്പർ എഴുതുന്നു, അതിന്റെ തൊട്ടടുത്ത നമ്പറും തമ്മിൽ അല്ലെ തൊട്ട പ്രീവിയസ് നമ്പറും തമ്മിൽ ഏതും ആവേ അല്ലെ, അത് തമ്മിൽ ഒരു ബിറ്റിന്റെ വ്യത്യാസം, ഒന്നിന്റെ വ്യത്യാസമല്ല, ഒരു ബിറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഗ്രേ കോഡ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ ബൈനറി ഇപ്പൊ സാധാരണ പോലെ എഴുതിയേ, ഇത് ഗ്രേ കോഡ്. നിങ്ങൾ നോക്കി നോക്കൂ, ഇത് 0, അടുത്ത നമ്പർ 1ന്റെ 1 ആണ്, അതിന്റെ ഗ്രേ കോഡാണ് ഇത്. ഒരു ബിറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ഈ ബിറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനി അടുത്ത നമ്പർ ശരിക്കും ബൈനറിയിൽ ആരാ, 10 അല്ലേ, പക്ഷെ ഗ്രേയിൽ എന്താ അല്ല, 10 അല്ല. കാരണം എന്താ, ഇപ്പൊ ഞാൻ ഇത് എന്റെ നമ്പർ എങ്കിൽ അടുത്ത നമ്പർ 0010 ആയാൽ ഈ ബിറ്റിൽ നിന്ന് 1 എന്ന് പറയുന്ന ബിറ്റ് 0 ആയി, ഇവിടെ 0 എന്ന് പറയുന്ന ബിറ്റ് 1 ആയി. രണ്ട് ബിറ്റിൽ വ്യത്യാസമില്ലേ, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എന്തേ പാടുള്ളൂ, ഒറ്റ ബിറ്റിൽ മാത്രമേ വ്യത്യാസം വരാൻ പാടുള്ളൂ. ഇതാണ് നമ്മളുടെ അടുത്ത ഗ്രേ നമ്പർ. 1 അതുപോലെ തന്നെ നിന്നു, ഇത് മാത്രമാണ് നമ്മളുടേത് മാറിയത്. ഓക്കെ, നിങ്ങൾ ഏത് നമ്പർ നോക്കിയാലും അങ്ങനെ തന്നെയാണ്, എന്താണ്, ഒറ്റ ബിറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഏത് അടുത്തടുത്ത നമ്പർ എടുക്കുന്നു, ഈ രണ്ട് നമ്പർ ഇതില് ഈ ബാക്കിയുള്ള MSB സൈഡിലുള്ള 3 ബിറ്റും സെയിം ആണ്. ഏറ്റവും ലീസ്റ്റ് ബിറ്റ് ആണ് എന്തായിരിക്കുന്നത്, ചേഞ്ച് ആയിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നമുക്ക് ഒരു ബൈനറി നമ്പർ തന്നാല് അതിന്റെ കറസ്പോണ്ടിങ് ഗ്രേ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് തരുന്ന ബൈനറി നമ്പറിന് ഞാൻ എന്തായിട്ട് എടുക്കുന്നു, B2, B3, B2, B1, B0, അതായത് 4 ബിറ്റ് ബൈനറി നമ്പർ. എന്ത് ചെയ്യണം, നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം, ഒരു 4 ബിറ്റ് ഗ്രേ നമ്പർ തന്നെ കിട്ടണം. ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞാൽ തന്ന ബൈനറി നമ്പറിന്റെ MSB ബിറ്റ് അതേപോലെ തന്നെ കോപ്പി ചെയ്യുക. അതായത് ഗ്രേ കോഡിന്റെ MSB ബിറ്റും നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഗ്രേ കോഡിന്റെ MSB ബിറ്റും നിങ്ങൾക്ക് തന്ന ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ബൈനറിയുടെ MSB ബിറ്റും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതേപോലെ കോപ്പി ചെയ്തിടാം. അപ്പൊ അടുത്ത ബിറ്റ് കണ്ടുപിടിക്കാൻ, ഇനി വരുന്ന ബാക്കിയുള്ള 3 ബിറ്റ്സ് കണ്ടുപിടിക്കാൻ രണ്ട് അടുത്തടുത്ത ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യുക, XOR പെർഫോം ചെയ്യുക. ഇനി ഈ ബിറ്റിനെ B3നെ അതേപോലെ തന്നെ കോപ്പി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, G3 കിട്ടും. ഇനി G2 കാണണം. G2 കാണണം എന്ത് ചെയ്യാം, ഈ B3യും B2യും തമ്മിൽ XOR പെർഫോം ചെയ്താൽ എന്ത് കിട്ടും, G2 കിട്ടും. അടുത്ത G1 കാണണമെങ്കിൽ B2 B1ഉം തമ്മിൽ XOR പെർഫോം ചെയ്താൽ G1 കണ്ടുപിടിക്കാം. B1ഉം B0ഉം തമ്മിൽ XOR പെർഫോം ചെയ്തിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം, ഏറ്റവും ലീസ്റ്റ് ബിറ്റായ ഗ്രേ കോഡിലെ ലീസ്റ്റ് ബിറ്റായ G0നെ കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ വേറെ റെപ്രസെന്റേഷൻ ആയിട്ട് എഴുതി. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബൈനറി കോഡ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഗ്രേ കോഡ് ഇത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇവിടെ വേറെ തന്നെ എഴുതാം, 1101. ഇതാണ് ഇവിടെ തന്ന നമ്പർ, അത് തന്നെ ഞാൻ ഇവിടെ എഴുതി. ഇതാണ് നിങ്ങളുടെ ബൈനറി. ഈ ബൈനറിന്റെ കറസ്പോണ്ടിങ് ഗ്രേ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, MSB ബിറ്റ് അതേപോലെ തന്നെ എഴുതുന്നു, ഈ 1 അതേപോലെ തന്നെ എഴുതി. അതിനുശേഷം ഇവിടെയുള്ള അടുത്ത ബിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഈ രണ്ട് നമ്പർ തമ്മിൽ XOR പെർഫോം ചെയ്യുക. 1 XOR 1 എന്താണ് അറിയോ? ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 0 അറിയാത്തവർക്ക് XOR ഗേറ്റ് പെർഫോം ചെയ്യുമ്പോൾ, XOR ആണ് നിങ്ങൾ പെർഫോം ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേഷൻ എങ്കിൽ, ഓഡ് നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1ഉം ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ ഔട്ട്പുട്ട് 0. അങ്ങനെ ഓർത്ത് വെക്കാലോ. ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ XORന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1ഉം. ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ് ഇൻപുട്സ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇവിടെ 1 XOR 1 എന്ന് പറഞ്ഞാൽ 2 വൺസ് ഉണ്ട്.
അതിന്റെ എക്സോറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് ആൾക്കാർ തമ്മിൽ എക്സോർ പെർഫോം ചെയ്യണം. ഈ 1ഉം ഈ 0ഉം തമ്മിൽ എക്സോർ പെർഫോം ചെയ്യുന്നു. അപ്പൊ എത്ര വൺസ് ഉണ്ട്? ഒറ്റൊരു 1 ആണ്. ഔട്ട്പുട്ട് എന്തായിരിക്കും? 1. ഇതും പെർഫോം ചെയ്യുന്നു. 0ഉം 1ഉം ഒറ്റ 1 ആണുള്ളത്. സോ 1 എന്നായിരിക്കും ആൻസർ. അപ്പൊ നമ്മുടെ കറസ്പോണ്ടിങ് ഗ്രേ കോഡ് എന്ന് പറയുന്നത് 1011. സോറി, ഞാൻ ഒരു ബിറ്റ് വിട്ടോ. തന്ന ക്വസ്റ്റിനെ തന്നെ വിട്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇത് ഓക്കെ ആണല്ലോ? മിസ്, ഇതില് ഒരു ബിറ്റിന് മാത്രല്ലേ ചേഞ്ച് വരാൻ പാടുള്ളൂ? അയ്യോ, അതിന് പറഞ്ഞത് അങ്ങനെയല്ല. ബൈനറിയിൽ നിന്ന് ഗ്രേ കണ്ടുപിടിക്കുമ്പോ അല്ല ഒരു ബിറ്റിൽ ചേഞ്ച്. അടുത്തടുത്ത ഗ്രേ കോഡുകൾ തമ്മിൽ ഒറ്റ ബിറ്റിലെ വ്യത്യാസം വരാൻ പാടുള്ളൂ. അതാണ് പറഞ്ഞത്. ഇതാ, ഈ ഗ്രേ കോഡിൽ നിങ്ങൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഏത് നമ്പർ എടുത്തു നോക്കിയാലും അതിൽ ഒരു ബിറ്റിന്റെ വ്യത്യാസമേ വരാൻ പാടുള്ളൂ. അല്ലാതെ ബൈനറിയിൽ നിന്ന് നിങ്ങൾ കറസ്പോണ്ടിങ് ഗ്രേ കണ്ടുപിടിക്കുമ്പോ എന്നല്ല. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബൈനറി നമ്പർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഗ്രേ എങ്ങനെ കണ്ടുപിടിക്കൂ എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയേ. കൺവേർട്ട് ദ ബൈനറി നമ്പർ 0101 ടു ഗ്രേ കോഡ് 0111. അല്ല കിട്ടിയത്? നെക്സ്റ്റ്, ഇനി നേരെ തിരിച്ച് നിങ്ങളുടെ കയ്യിൽ ഗ്രേ കോഡാണുള്ളത്. കറസ്പോണ്ടിങ് ബൈനറി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ പറഞ്ഞു ബൈനറി തന്നിട്ട് ഗ്രേ കാണാൻ ഒരു പ്രശ്നമില്ല. അതിന്റെ MSB എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണ് തിരിച്ചും എന്ത് തന്നെയായിരിക്കും? MSB ബിറ്റ് സെയിം ആയിരിക്കില്ലേ? ഗ്രേ കോഡിന്റെ MSB ബിറ്റ് തന്നെയായിരിക്കും കറസ്പോണ്ടിങ് ബൈനറി കോഡിലെ MSB ബിറ്റും. അപ്പം G3 എന്ന് പറയുന്നത് എന്തിനായിരിക്കും? B3ക്ക് ഇക്വാലന്റ് ആയിരിക്കും. ഇനി ഉള്ള ഫർദർ 3 ബിറ്റ്സ് കണ്ടുപിടിക്കാൻ, ഗ്രേ കോഡിന്റെ കറസ്പോണ്ടിങ് ഫർദർ 3 ബൈനറി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ ഔട്ട്പുട്ടും നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ ബൈനറി കോഡിലുള്ള ബിറ്റും നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ള അടുത്ത ലീസ്റ്റ് ബിറ്റും തമ്മിൽ എന്ത് ചെയ്യുക? എക്സോർ പെർഫോം ചെയ്യുക. അപ്പം ഇവിടെ G3 തന്നെയാണ് B3 അല്ലെ? അതുകൊണ്ട് B3യും G2ഉം തമ്മിൽ നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ടായ B3യും നിങ്ങളുടെ കയ്യിലുള്ള അടുത്ത ലീസ്റ്റ് ബിറ്റായ G2ഉം തമ്മിൽ എന്ത് ചെയ്യുന്നു? എക്സോർ പെർഫോം ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? B2 കിട്ടും. ഇനി B1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? B2ഉം G1ഉം തമ്മിൽ എന്ത് ചെയ്യാം? എക്സോർ പെർഫോം ചെയ്യുക. ഇനി B0 കണ്ടുപിടിക്കാൻ B1ഉം G0ഉം തമ്മിൽ എന്ത് ചെയ്യാം? എക്സോർ പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ബൈനറി കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. നമ്പർ നിങ്ങളെ കയ്യിൽ കിടക്കുന്ന നമ്പർ 10011 ആണ്. ഇതാണ് നിങ്ങളെ കയ്യിലുള്ള ഗ്രേ കോഡ്. കറസ്പോണ്ടിങ് ബൈനറി കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? MSB ബിറ്റ് സെയിം ആയിരിക്കും. സോ എന്താണ്? 1 ആണ്. ഇത് രണ്ടും സെയിം. ഇനി അടുത്ത ലീസ്റ്റ് ബിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പൊ കിട്ടിയ ഔട്ട്പുട്ടും ഈ ഒരു സാധനവും ഇനി കാണേണ്ട പൊസിഷനിലുള്ള ഗ്രേ കോഡിലെ ഡിജിറ്റും തമ്മിൽ എന്ത് ചെയ്യുക? എക്സോർ പെർഫോം ചെയ്യുക. 1 XOR 0 എന്താണ്? 1. ഈ 1ഉം ഈ XORഉം തമ്മിൽ 0ഉം തമ്മിൽ എക്സോർ പെർഫോം ചെയ്യുക. എന്ത് വരും? 1. ഈ 1ഉം ഈ 1ഉം തമ്മിൽ എക്സോർ പെർഫോം ചെയ്യുക. 1 XOR 1 0. ഈ 0യും ഈ 1ഉം തമ്മിൽ എക്സോർ പെർഫോം ചെയ്യുക. എന്ത് വരും? 0 XOR 1 1. അപ്പൊ നമ്മുടെ ആൻസർ 1101 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നമുക്കൊരു ഗ്രേ കോഡാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ നേരെ തന്നെയാണ് നമ്മൾ എക്സോർ പെർഫോം ചെയ്യുന്നത്. ബൈനറി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ കിട്ടിയ ഔട്ട്പുട്ടും ഇനി കണ്ട ബിറ്റിന്റെ കറസ്പോണ്ടിങ് ഗ്രേയിലുള്ള ബിറ്റും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? എക്സോർ പെർഫോം ചെയ്യുന്നത്. രണ്ടിനും എക്സോർ തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്തേ. കൺവേർട്ട് ഗ്രേ 10111 ടു ബൈനറി. അപ്പൊ ബൈനറി ആണ് കണ്ടുപിടിക്കേണ്ടത്. 1101. ഓക്കെ, ഗുഡ്. ഗ്രേ കോഡ് ഇക്വാലന്റ് ഓഫ് 1000 ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണോ? നോക്കട്ടെ കേട്ടോ.
ഓപ്ഷൻ ആ ബി അല്ലേ? നിങ്ങൾ പറയൂ. ഓപ്ഷൻ ബി. ബി ആണോ? എ കിട്ടിയ ആൾക്ക് എവിടെയാ തെറ്റിയത്? മാറിപ്പോയ ഓപ്പറേഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്ന നമ്പർ 1000. എന്ത് ചെയ്യണം? ഈ സാധനം അതേപോലെ തന്നെ എഴുതി 1 വന്നു. നമ്മൾ നേരെ ഡയറക്റ്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ? ഇതിന്റെ കേസിൽ 1000 ആണുള്ളത്. 1 അതുപോലെ തന്നെ എഴുതി. ഈ രണ്ടിനും തമ്മിൽ XOR പെർഫോം ചെയ്യുന്നു 1. ഇനി ഈ രണ്ടുപേര് തമ്മിൽ XOR പെർഫോം ചെയ്യുന്നു 0. ഈ രണ്ടുപേര് തമ്മിൽ XOR പെർഫോം ചെയ്യുന്നു 0. സോ 1100 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മളുടെ അങ്ങനെയാണ് നമ്മളുടെ നമ്പർ സിസ്റ്റം ഇവിടെ കംപ്ലീറ്റ് ആവേ. നമ്മൾ എല്ലാ നമ്പർ സിസ്റ്റം നമ്മുടെ സിലബസിൽ തന്നെ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? ബൈനറിയും ഡെസിമലും ഹെക്സാഡെസിമലും ഒക്ടലും ആണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഗ്രേ കോഡും പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ മോസ്റ്റ്ലി അത് കാണുന്നത് കൊണ്ട് അതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത ടോപ്പിക്ക് നമുക്ക് ബൂളിയൻ ആൾജിബ്ര. ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ആൾജിബ്ര നമ്മൾ ചെയ്യുന്നതിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട് അല്ലെ? ഇവിടെ എന്തേ ഉള്ളൂ? 2 വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഈ പേര് വരാൻ കാരണം ബൂളിയൻ എന്ന് പറയുന്ന ആളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. നമുക്ക് 2 കേസസ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ആ 2 കേസസിനെ നമുക്ക് എന്ത് പറയാം? ഒന്ന് ട്രൂ കേസ് അല്ലെങ്കിൽ ഫോൾസ് കേസ്. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 or 0 എന്നോ അല്ലെങ്കിൽ ഹൈ ലോ എന്നൊക്കെ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. 2 വാല്യൂസ് മാത്രം. അത് വെച്ചുള്ള നമ്മുടെ ഓൾജിബ്രയാണ് എന്തിനു പറയുന്നത്? ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൂളിയൻ ഓൾജിബ്രയിൽ പെർഫോം ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ആൻഡ്, ഓർ, നോട്ട്. ഇത്രയാണ് ബേസിക് ഓപ്പറേഷൻസ് വരുന്നത്. ഈ ഇതെന്നെ പറയാല്ലേ. ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ലോജിക് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആൻഡിൽ പെർഫോം ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗേറ്റ് ഏത് തന്നെയാണ്? ആൻഡ് ഗേറ്റ് തന്നെയാണ്. ഇനി ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക്കൽ എഡിഷൻ ആണ്. അപ്പൊ ആൻഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനും ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക് എഡിഷനും ആണ്. പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഗേറ്റാണ് യൂസ് ചെയ്യുന്നത്? ഓർ ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നോട്ടിന്റെ കേസിൽ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ അതിന് കോംപ്ലിമെന്റ് എടുക്കുക അല്ലെങ്കിൽ ഇൻവേഷൻ എടുക്കുക എന്നൊക്കെ പറയുന്ന കേസ്. അത് പെർഫോം ചെയ്യുന്നത് നോട്ട് ഗേറ്റ് വെച്ചാണ്. നമ്മൾ നോട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇപ്പം എ നോട്ട് ആണെങ്കിൽ ഇങ്ങനെ ഇട്ട് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്ത എന്ത് തന്നെയാണ്? നോട്ട് തന്നെയാണ്. അല്ലെങ്കിൽ നോട്ട് ഓഫ് എന്നുള്ള എഴുതാറും ഉണ്ട്, നോട്ട് ഓഫ് എ എന്ന് എഴുതാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇതല്ലാതെ നമ്മുടെ ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഓർ നോട്ട്. ഇതല്ലാതെ കുറച്ച് ഡിറൈവ്ഡ് ഓപ്പറേഷൻസ് ഉണ്ട്. നാൻഡ്, നോർ, എക്സോർ, എക്സ്നോർ എന്നൊക്കെ പറഞ്ഞിട്ട്. നാൻഡ് എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വാലന്റ് ആണ്? നിങ്ങൾക്ക് കിട്ടുന്ന ആൻഡിന്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് പെർഫോം ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അതായത് നെഗേഷൻ ഓഫ്, കോംപ്ലിമെന്റ് ഓഫ് ആൻഡ് എന്നും വേണേൽ പറയാം. അപ്പം ആൻഡ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ടിലേക്ക് നോട്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻഡിന്റെ നെഗേഷൻ എടുക്കുന്നു. അത് പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ഗേറ്റ് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് തന്നെയാണ്. നോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർ പെർഫോം ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കോംപ്ലിമെന്റ് എടുക്കുന്നു, അല്ലെ അതിന്റെ നോട്ട് പെർഫോം ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ നെഗേഷൻ ഓഫ് ഓർ ആണ്. പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നോർ ഗേറ്റ് യൂസ് ചെയ്യുന്നു. ഇതൊന്നുമല്ല നമുക്ക് പഠിക്കാനുള്ളത്. ഇതാ നിങ്ങൾക്ക് ചിലപ്പോൾ മാറിപ്പോകുന്നതും ഒരു ഇത്തിരി ഇതായിട്ടുള്ള സാധനം. ഈ 2 കാര്യങ്ങൾ, എക്സോറും എക്സ്നോറും. എക്സോറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പൽ ഇതാണ്. ഒരു എഡിഷൻ മാത്രം ഇട്ടാൽ എന്താണത്? എന്താണ് ലോജിക്കൽ എഡിഷൻ? ഏതാണ് ഓപ്പറേഷൻ? ഓർ ഓപ്പറേഷൻ. ഇതാണ് എക്സോർ. എഡിഷന്റെ സൈനിന്റെ ചുറ്റും ഒരു വട്ടം ഇട്ടതാണ് ഏത്? എക്സോർ. എക്സോർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി കോംപ്ലിമെന്റ്. നമ്മളിപ്പം പറഞ്ഞ കാര്യം എ ബി കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് ബി. 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ഫോം ആയത് 1, ബി എന്ന് പറഞ്ഞാൽ 0, ഇതെന്ന് പറഞ്ഞാൽ 0 1. ഇതിൽ ഏതെങ്കിലും ഒരാൾ 1 ആവുന്ന കേസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം
എ എക്സോർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണേ. എ ബി കോംപ്ലിമെന്റ് ഓർ എ കോംപ്ലിമെന്റ് ബി. ഇനി എക്സ്നോർ എന്ന് പറഞ്ഞാൽ എക്സോറിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ നോട്ട് അപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുക? എക്സ്നോർ കിട്ടുക. എക്സ്നോറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഡോട്ടിന് ചുറ്റും വട്ടം എഴുതുന്നത്. എക്സ്നോർ എന്ന് പറഞ്ഞാൽ രണ്ടും 1 ആവോ അല്ലെ രണ്ടും 0 ആവുന്ന കേസാണ് ഇത് എക്സ്നോർ. അതായത് എ ബി പ്ലസ് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്, ഇതാണ് ഏത് എക്സ്നോർ. ഈ രണ്ട് ഇക്വേഷൻസും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എ എക്സോർ ബി എന്ന് പറഞ്ഞാൽ എ ബി കോംപ്ലിമെന്റ് പ്ലസ് എ കോംപ്ലിമെന്റ് ബി. എ എക്സ്നോർ ബി എന്ന് പറഞ്ഞാൽ എ ബി ഓർ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്. ഓക്കെ ആണേ. നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്ന സാധനം ഇതാണ്. മറ്റേലും നിങ്ങൾക്ക് ഒരുവിധം അറിയുന്ന സാധനമാണ്. ഇത് അറിയില്ല എന്നല്ല, ചിലപ്പം നമ്മൾ ടച്ച് വിട്ടോയ ഒരു സാധനമായിരിക്കും അത്. ഇനി ഈ ബൂളിയൻ ആൾജിബ്രയിലുള്ള കുറെ തിയറംസും ലോസും ഒക്കെ ഉണ്ട്. അത് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആക്സിയംസ്. ആക്സിയംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂഫ് ഒന്നും ഇല്ലാതെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ലോജിക്കൽ എക്സ്പ്രഷൻസിനെയാണ് എന്ത് പറയുന്നത്? ആക്സിയംസ് എന്ന് പറയുന്നത്. കുറച്ച് ഒരു 10 ആക്സിയംസ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. 0 and 0. ആൻഡ് എന്ന് പറയുന്നത് ലോജിക്കൽ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 0 and 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? 0. 0 and 1 ആണെങ്കിലും 0 തന്നെയാണ്. 1 and 0 ആണെങ്കിലും 0 തന്നെയാണ്. 1 and 1 എന്താണ്? 1 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. 0 or 0. 0 or 1 എന്താണ്? 1 ആണ്. 1 or 0 1 ആണ്. 1 or 1 എന്താണ്? 1 ആണ്. ഏതെങ്കിലും ഒരാൾ 1 ആവുന്നത് ലോജിക്കൽ എഡിഷൻ ആണ്. 0th കോംപ്ലിമെന്റ് എന്താണ്? 1 ആണ്. 1 കോംപ്ലിമെന്റ് 0 ആണ്. അല്ല നമുക്ക് അറിയുന്ന കാര്യമല്ലേ കിട്ടേ. ഇത് അടുത്തത് എ എന്ന് പറയുന്ന സാധനം 0 ആണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഇതിന്റെ ജസ്റ്റ് ഇൻവേർഷൻ എടുക്കുക. അതാണ് കോംപ്ലിമെന്റേഷൻ ലോയിൽ വരുന്നത്. ഇനി എ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ഒരേ സാധനത്തിന്റെ 2 പ്രാവശ്യം കോംപ്ലിമെന്റ് എടുത്താൽ എന്ത് തന്നെ കിട്ടും? അത് തന്നെ കിട്ടും. കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നു, നമുക്ക് എന്ത് ചെയ്യും? അത് തന്നെ കിട്ടും. അതാണ് കോംപ്ലിമെന്റേഷൻ ലോയിൽ വരുന്നത്. ആൻഡ് ലോസ് ആണെങ്കിലോ ഒരു ഏതെങ്കിലും ആവട്ടെ, ഇറ്റ് ക്യാൻ ബി ഐദർ 1 or 0. അതിന്റെ കൂടെ 0 ആണ് ആൻഡ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എ ആൻഡ് 1. എ എന്ന് പറയുന്നത് 0 ആവാം 1 ആവാം. 1 ആൻഡ് പെർഫോം ചെയ്താൽ 1 കൊണ്ട് ആൻഡ് പെർഫോം ചെയ്താൽ എ തന്നെ കിട്ടും. ആൻഡ് എ എന്ന് പറഞ്ഞാൽ എ ആണ്. എ ആൻഡ് എ കോംപ്ലിമെന്റ് എന്തായി മാറും? 0 ആയി മാറും. എങ്ങനെയായി മാറുന്നത്? എ ആൻഡ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ 1 ആണെങ്കിൽ കോംപ്ലിമെന്റ് എന്തായി പോറും? 0 ആയി പോകും. 1 and 0 എന്താണ്? 0. ഇനി എ 0 ആയിരുന്നുവെങ്കിൽ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ 0 ഉള്ളത് കൊണ്ട് 0 ആയിരിക്കും. ഓക്കെ ആണേ. ലാസ്റ്റ് പറഞ്ഞതൊന്നും കൂടെ പറയൂ. എ ആൻഡ് എ കോംപ്ലിമെന്റ് 0 എന്നുള്ളത് ഓർത്ത് വെക്കുക. എങ്ങനെ വന്നു എന്നൊക്കെ ഡൗട്ട് വരുവാണെങ്കിലാ പറഞ്ഞത്. എ ആൻഡ് എ കോംപ്ലിമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ അല്ലേ? വേരിയബിളിന് വാല്യൂസ് സ്വീകരിക്കാം. ഇതൊരു ബൂളിയൻ വേരിയബിൾ ആണ്. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ 1 ആവാ, അല്ലെങ്കിൽ അതെന്താവാ? 0 ആവാ. ഈ 2 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. അപ്പം എ 1 ആയാൽ എന്റെ കോംപ്ലിമെന്റിലെ അടുത്ത ഡിജിറ്റ്, ഞാനിപ്പോ എ 1 ആയിട്ട് എടുത്തത്, അങ്ങനെയാണ് എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ എ 0 ആയിട്ടാണ് എടുത്തത്. എന്റെ കോംപ്ലിമെന്റ് അടുത്ത നമ്പർ എന്താ വരുക? അപ്പം 1 ആയിട്ടാ വരുക. ഇത് നമ്മൾ ഓൾറെഡി ആക്സിയംസിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. 1 and 0 എന്താണ്? 0 ആണ്. 0 and 1 എന്താണ്? 0 ആണ്. അതുകൊണ്ടാണ് എ ആൻഡ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന്? 0 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ഓർ ലോസ്. ഓറില് എ ഓർ 0. എ ഓർ 0യിൽ എന്ത് വരും? ഇപ്പുറത്തുള്ളത് ആരാണോ അതിനനുസരിച്ചാണ് നമുക്ക് ആൻസർ വരിക. എ തന്നെ. ഇവിടെ 1 ആയതുകൊണ്ട് ഒരാളെങ്കിലും 1 ആയാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതല്ലേ ഓർ ഉദ്ദേശിക്കുന്നത്? ഓർ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഒരാള് 1 ആയാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പം ഇത് എ ഓർ 1 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് 0 ആയാലും ഇപ്പുറത്ത് എന്തുണ്ട്? 1 ഉണ്ട്. ഔട്ട്പുട്ട് എന്തായാലും 1 ആയിരിക്കും. എ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഇപ്പുറത്തും 1 ഉണ്ട്, അപ്പുറത്തും 1 ഉണ്ട്, അപ്പോഴും 1 ആയിരിക്കും. ഈ എക്സോറും ഓറും തമ്മിൽ എന്താ വ്യത്യാസം?
എക്സോറിൽ നമ്മൾ 1 XOR 1 എടുത്താൽ എന്ത് വരും? 0 വരും. അതേ സ്ഥാനത്ത് ഓറിന്റെ കേസിൽ 1 or 1 എന്താണ്? 1 ആണ്. ഓക്കെ, A or 1 1 വന്നു ഇവിടെ. A or A, എന്റെ കൂടെ A തന്നെ നമ്മൾ ഓർ ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾ 1 ആവും അല്ലേ? ആരെങ്കിലും ഒരാൾ 1 ആയാലോ 0 ആയാലോ അത് തന്നെയായിരിക്കും. ഇതിന്റെ കേസിൽ A or A കോംപ്ലിമെന്റ്, ഇതിന്റെ ആൻസർ എന്താ? വണ്ണാ വരേണ്ടത്. അത് ഞാൻ ഇമേജ് എടുത്തിട്ട് ഇട്ടതായിരുന്നു. A or A കോംപ്ലിമെന്റ് എന്താണ്? 1 ആണ് അല്ലേ? A എന്ന് പറയുന്നത് A or A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് 1 ആണെങ്കിൽ കോംപ്ലിമെന്റ് എന്താണ്? 0 ആയിരിക്കും. A എന്ന് പറയുന്നത് 0 ആണെങ്കിൽ കോംപ്ലിമെന്റ് 1 ആയിരിക്കും. ആരെങ്കിലും ഒരാൾ 1 ആയപ്പോൾ ഔട്ട്പുട്ട് 1 ആവാൻ. ഇതിന്റെ ആൻസർ 1 ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എഡിഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ലോ അനുസരിച്ചുള്ളതാണ്. A + B എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? A or B എന്നുള്ളതിനെ തിരിച്ചു എഴുതാം. ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല. A or B എന്ന് പറയുന്നത് B or A എന്ന് എഴുതിയാൽ സെയിം തന്നെയാണ്. അതേപോലെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും ആൻഡ് ഓപ്പറേഷന്റെ കേസിലും A and B എന്ന് എഴുതുന്ന സ്ഥാനത്തിന് നിങ്ങൾക്ക് എന്ത് എഴുതാം? B and A എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല. അസോസിയേറ്റീവ് ലോ 3 വേരിയബിൾസ് വരുവാണെങ്കിൽ A or B or C നെ നമുക്ക് എങ്ങനെ എഴുതാം? A or B or C എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. A and B and C എന്നുള്ളതിനെ എങ്ങനെയും കൂടി എഴുതാൻ വേണമെങ്കിൽ A and B and C എന്ന് എഴുതിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് ഇത് അസോസിയേറ്റീവ് ലോ. 3 വേരിയബിൾസ് വരുമ്പോൾ അതിന്റെ ഓർഡർ വലിയ കുഴപ്പമില്ല. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോയില് അഡീഷനും വരുന്നു മൾട്ടിപ്ലിക്കേഷനും വരുന്നു, ലോജിക്കൽ ഓറും വരുന്നു ആൻഡും വരുന്ന കേസാണ് ഏതിൽ വരിക? ഡിസ്ട്രിബ്യൂട്ടീവ് ലോയില്. A and B + C, നിങ്ങൾ മാത്സിൽ പഠിച്ച ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുക. എന്ത് വരും? AB + AC, അതാണിത്. ഈ സാധനം ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ചിലപ്പോ അബ്സോർപ്ഷൻ ലോ എന്നെല്ലാം പറഞ്ഞിട്ട് വരാറുണ്ട്. എന്തായാലും ഈ സാധനം അറിഞ്ഞിരിക്കണം. അതന്നെ A + BC എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? A ഇവിടെ ഒറ്റന്നേ ഉള്ളൂ, അയാൾ അതേപോലെ ഇടാം. ബാക്കി രണ്ടിലുള്ള ഓരോരുത്തരും വീതിച്ചു കൊടുക്കുക. A + B × A + C. ഇത് തിരിച്ചു ഇത് കണ്ടാൽ ഇത് അന്ന് ഓർമ്മയും വേണം, ഇത് കണ്ടാൽ ഇങ്ങനെ എഴുതാന്നുള്ളതും ഓർമ്മ വേണം. എന്നാൽ നിങ്ങൾക്ക് കുറെ സാധനങ്ങള് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറെ പ്രോബ്ലംസ് ഇതിന്റെ ബേസിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ആണ്. A + BC എന്ന് പറയുന്നത് A ഇവിടെ ഫിക്സഡ് ആണ്, ഒറ്റക്കുള്ള ആള് അയാളെ ഇങ്ങ് എടുക്കുന്നു, അതേപോലെ ബാക്കിയുള്ള ആൾക്കാർ വീതിച്ചു കൊടുക്കുന്നു. A + B × A + C, അതെന്ന് പറഞ്ഞാൽ A + BC ആണ്. ഓക്കെ. ഐഡംപൊട്ടന്റ് ലോ. ഐഡംപൊട്ടന്റ് എന്ന് പറഞ്ഞാൽ ആ നമ്പറും രണ്ട് ഓപ്പറൻസ് ഉണ്ടെങ്കിൽ രണ്ടാളും ഒരേ ആയിട്ട് വരുന്നതാണ് ഐഡംപൊട്ടന്റ് ലോയിൽ വരുന്നത്. അപ്പം A and A എന്ന് പറഞ്ഞാൽ എന്താണ്? A തന്നെയാണ്. A എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എന്ത് വരും? 1 and 1 വരും, ദാറ്റ് ഈസ് 1. അത് പറഞ്ഞാൽ A തന്നെയാണ്. നമ്മളെടുത്ത് A എന്താണ് 1 ആയിട്ട് എടുത്തത് അത് തന്നെ വരുന്നു. അത് 0 ആണ് കേസും. ഇതവിടെ 0 ആണെങ്കിൽ A and A ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 0 and 0 ചെയ്യുന്നു, 0 തന്നെ കിട്ടുന്നു, അതെന്ന് പറഞ്ഞാൽ A ആണ്. ഇനി ഓറിന്റെ കേസിലും A + A എന്ന് പറഞ്ഞാൽ A ആണ്. ഓക്കെ അല്ലേ? നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നു അല്ലെ? ഓർ എഡിഷനിൽ ഓർ ലോസിൽ ഇതാ A and A or A ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ലോസിൽ മറ്റേതും പറഞ്ഞിട്ടുണ്ടാവും. A and A. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലംസിൽ കൂടുതൽ ആവശ്യം വരുന്ന ഒരു ലോ ആണ് ഇത് ഡി മോർഗൻസ് ലോ. വളരെ സിമ്പിൾ ആണ് സാധനം. A + B ഓൾ കോംപ്ലിമെന്റ് ഉണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതില് ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ട് കോംപ്ലിമെന്റ് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് മിഡിലില് പ്ലസ് സൈൻ ആണ് ഉള്ളതെങ്കിൽ അതിനെ പ്ലസ് പറഞ്ഞാൽ എഡിഷൻ ആണ് ഉള്ളതെങ്കിൽ അല്ലെ ഓർ ആണ് ഉള്ളതെങ്കിൽ അതിനെ ആൻഡ് ആക്കി മാറ്റുക. അതല്ല ആൻഡ് ആണ് ഉള്ളതെങ്കിൽ അതിനെ ഓർ ആക്കി മാറ്റുക. വളരെ സിമ്പിൾ. ഒരിക്കൽ കൂടി പറയാം. ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾ കോംപ്ലിമെന്റ് ഉള്ള കേസിലാണ് നമ്മൾ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുക. അല്ലെ തിരിച്ചിങ്ങോട്ട് എടുക്കാം അല്ലെ പറയാം. ആ കേസിൽ ഓൾ കോംപ്ലിമെന്റ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് റിസൾട്ടന്റ് കാണാൻ ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ട് കോംപ്ലിമെന്റ് ചെയ്യും. ഇവിടെ രണ്ടാൾക്കും കൂടിയല്ലേ ഈ കോംപ്ലിമെന്റ് കിടക്കുന്നത്. ഓരോരുത്തർക്കും സ്വന്തമായിട്ട് കൊടുത്തു വെക്കുക കോംപ്ലിമെന്റ്.
എന്നിട്ട് ഇവിടെയുള്ള സൈൻ പ്ലസ് ആണെങ്കിൽ, ഇത് പ്ലസ് ആണെങ്കിൽ അതിനെ പിടിച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റുക. എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ് കിട്ടും. ഇനി അതല്ല ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെയാന്ന് വിചാരിക്കും, എ ആൻഡ് ബി ഓൾ കോംപ്ലിമെന്റ് ആന്ന് വിചാരിക്കും. ഓരോരുത്തർക്കും പിടിച്ചിട്ട് നമ്മൾ കോംപ്ലിമെന്റ് കൊടുക്കുന്നു. എന്ത് ചെയ്യാം, ഇവിടെയുള്ള ആൻഡിന് എന്തായി മാറും? അപ്പൊ അത് പ്ലസ് ആക്കി മാറ്റുക. ആൻഡ് എന്നുള്ളത് ഓർ ആക്കിയും ഓർ എന്നുള്ളത് ആൻഡ് ആക്കിയും മാറ്റുക. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി കോംപ്ലിമെന്റ് അപ്ലൈ ചെയ്യുക. ഇനി ഈ പറഞ്ഞ സാധനം ഇവിടുന്ന് ഇങ്ങോട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾക്ക് തരുന്ന ഒരു സാധനം സി പ്ലസ് സി കോംപ്ലിമെന്റ് പ്ലസ് ഡി കോംപ്ലിമെന്റ് എന്ന് കണ്ടാൽ അത് എങ്ങനെ എഴുതണം നിങ്ങള്? ഇത് ഓരോരുത്തർക്കും കോംപ്ലിമെന്റ് പ്ലസ് ആണ് കിടക്കുന്നത്. എന്ത് ചെയ്യാം, രണ്ടാൾക്കും കൂടി ഒരുമിച്ച് കോംപ്ലിമെന്റ് കൊടുക്കുന്നു. ഇവിടെയുള്ള പ്ലസ് ആയിനെ നിങ്ങൾ ആൻഡ് ആക്കി മാറ്റുന്നു. തിരിച്ചും ചെയ്യണേ. അതേപോലെ സി കോംപ്ലിമെന്റ് ആൻഡ് ഡി കോംപ്ലിമെന്റ് ആണുള്ളത്. ഓരോരുത്തർക്കും കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒറ്റയ്ക്കുള്ള കോംപ്ലിമെന്റ്, ഒരുമിച്ചുള്ള കോംപ്ലിമെന്റ് എന്താക്കി മാറ്റുക? സി ഡി. ഇവിടെ ഉള്ളത് ആൻഡ് ആണ്, ഇതിൽ എന്തായി മാറും? പ്ലസ് ആയി മാറും. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഡി മോർഗൻസ് ലോ. ഓക്കെ അല്ലേ?